നമസ്കാരം. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരമല്ലേ? ഒരു തലസ്ഥാന നഗരത്തിന് പറ്റിയ അല്ലെങ്കിൽ തലസ്ഥാന നഗരത്തിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ ഈ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? വികസന കാര്യങ്ങൾ എപ്പോഴും ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ്, പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ കനത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് പട്ടം വാർഡിലാണ്. തിരുവനന്തപുരം പട്ടം വാർഡ് 2015 BJP ചരിത്ര വിജയം നേടിയ വാർഡാണ്. പക്ഷെ 2020 ആ വാർഡ് കൈവിട്ടു, ഇടതുമുന്നണി പിടിച്ചെടുക്കുന്നു. ഈ വാർഡ് പിടിച്ചെടുക്കാൻ BJP നിയോഗിച്ചിരിക്കുന്നത് MP അഞ്ജനയാണ്. MP അഞ്ജനയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ചേച്ചി നമസ്കാരം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അതിന്റെ മൂന്നാം ഘട്ടത്തിൽ അതിന്റെ ഈ കാലാവസ്ഥയുടെ ചൂടും തെരഞ്ഞെടുപ്പിന്റെ ചൂടും ഒക്കെ ആയിട്ട് വളരെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? വളരെ ഈ ചൂടിലും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഊർജം എന്ന് പറയുന്നത്, ഞങ്ങൾ എല്ലാ വീടുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവിടുത്തെ വോട്ടർമാർ, ഇവിടുത്തെ ജനങ്ങൾ അവർ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ BJPക്ക് തന്നെ സാധിക്കുമെന്നുള്ള വിശ്വാസം അവർ ഞങ്ങളിലേക്ക് തരുമ്പോൾ ആ ഊർജത്തിന്റെ പുറത്താണ് ഞങ്ങളുടെ പ്രവർത്തനം ഉഷാറായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ 2015 ചരിത്ര വിജയം നേടിയ വാർഡാണ്. 2020 കൈവിട്ടു. തിരിച്ചു പിടിക്കുക എന്ന ദൗത്യമാണ്. അതെ, തീർച്ചയായിട്ടും. ശരിക്കും ഞാനതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആയിട്ട് എടുത്ത് തന്നെയാണ്. രാജീവ് ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, അഞ്ജന പട്ടം വാർഡിൽ ആണ് എന്നോട് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതൊരു നിയോഗമായി കണ്ട് ഞാൻ ഈ വാർഡിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, ഒരു സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്ന ഒരാളുടെ, അതും ഒരു ഡെപ്യൂട്ടി മേയറുടെ വാർഡിൽ വന്നിട്ട് എനിക്കതൊരു ഞാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളൊരു മിഥ്യാധാരണയുടെ പുറത്ത് ഞാൻ ഈ വാർഡിലേക്ക് വന്നതാണ്. പക്ഷേ എന്തുകൊണ്ടെന്നോ ഈ വാർഡിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് കാത്തിരിക്കുന്നത് പോലെയാണ് അവരുടെ റെസ്പോൺസ് ആദ്യം ഉണ്ടായിരുന്നത്. കാരണം ഒരു ഡെപ്യൂട്ടി മേയറുടെ വാർഡായിട്ട് പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വൈര്യവിഹാരം നടത്താനോ അവരുടെ ആരോഗ്യത്തിനോ അവരുടെ ക്ഷേമത്തിനോ അവരുടെ വികസനത്തിനോ ഊന്നൽ കൊടുക്കാതെ സ്വന്തം വികസനം നോക്കി നിന്ന ഒരു ഡെപ്യൂട്ടി മേയറുടെ വാർഡായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ ആദ്യം മുതൽ തന്നെ നമുക്ക് അത്തരത്തിലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പ്രവർത്തിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുമില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. തികച്ചും ശക്തമായിട്ട്. കാരണം പട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ ഒരു നഗരഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒട്ടനവധിയായിട്ട് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, മെഡിക്കൽ കോളേജ്, ഇതെല്ലാം മെഡിക്കൽ കോളേജ് അപ്പുറത്തെ വാർഡാണ് എങ്കിൽ പോലും മെഡിക്കൽ കോളേജിന്റെ പരിസര പ്രദേശങ്ങൾ, അവരുടെ രോഗികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇതുപോലുള്ള ഒരുപാട് ലോഡ്ജുകൾ, അപ്പോൾ വീടുകൾ, ഇതെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിക്ചർ വേറെയായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത് പട്ടം നമ്മൾ വിചാരിക്കുന്നത് പോലൊരു വാർഡല്ല. പട്ടത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകുന്ന അനൗൺസ്മെന്റിൽ കൃത്യമായ മാലിന്യ സംസ്കരണം കറക്റ്റാണ്. അവർ കൃത്യമായ മാലിന്യ സംസ്കരണം നടത്തുന്നത് ഈ പട്ടം ബോർഡിനകത്ത്, ഈ ചെറുകരക്കോണം കുളം, അതുപോലെ തന്നെ സെന്റ് മേരീസ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കുറച്ച് പറമ്പ്, ഇവിടെയാണ് തിരുവനന്തപുരത്തിന്റെ പകുതി മാലിന്യ സംസ്കരണവും നടക്കുന്നത്. അത് കാരണം ഇവിടെ ഭയങ്കര സ്ട്രേ ഡോഗ്സിന്റെ ശല്യമാണ്. മാലിന്യ സംസ്കരണവും അശാസ്ത്രീയ മാലിന്യ സംസ്കരണം ഒന്ന്, പിന്നെ പട്ടിശല്യം എന്ന് പറയുന്നത് വേറൊന്ന്. ഇന്നലെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവർ കരഞ്ഞുകൊണ്ട് എന്നോട് മുന്നിൽ അവരുടെ കാറ് കാണിച്ചു തന്നു. ആ കാറിന്റെ ഒരു സൈഡ് മുഴുവൻ പട്ടി. അതിപ്പോൾ ആ അസോസിയേഷനിലെ ഏകദേശം 8 വീടിലെ വണ്ടികൾ പട്ടി കടിച്ച് കീറിയിട്ടേക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ പട്ടികൾ എത്രത്തോളം ഉപദ്രവകാരികളാണ്. അതുകൊണ്ട് ചില പിള്ളവീട് ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ പറയുന്നില്ല, മാലിന്യം കൊണ്ട് പട്ടികൾ കൂടിയിട്ട് അവർക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അവർക്ക് സ്വൈര്യമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തില് മനുഷ്യർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ വാർഡിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ വാർഡിന്റെ ഈ ഭാഗത്തുള്ള എല്ലാ ആളുകളും ഇവിടെ നിന്നും വീട് മാറി വേറെ സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പം ഞാൻ അവരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് താമസയോഗ്യമായിട്ടുള്ള, അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുന്ന, അവരുടെ ആരോഗ്യത്വം സംരക്ഷിക്കാൻ പറ്റുന്ന, അവർക്ക് കൃത്യമായ ക്ഷേമ പദ്ധതികൾ നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു കൗൺസിലറായി മാറണം ഇവിടുത്തെ BJPയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് അവർ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഞാൻ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതും. അത് നടക്കാൻ പറ്റുമെന്നുള്ളൊരു 100% വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് BJPക്ക് വെറും ഒരു തെരഞ്ഞെടുപ്പല്ല, ഈ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ആ ഒരു പ്രതികരണം വോട്ടർമാരിൽ നിന്നുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഭരണം മാറ്റം വേണം എന്നുള്ളത് എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 43 വർഷമായിട്ട് ഈ തിരുവനന്തപുരം നഗരം, അനന്തപുരി എന്ന് പറയുന്നത്, ശ്രീപത്മനാഭന്റെ മണ്ണെന്ന് പറയുന്നത് എന്തുകൊണ്ടും യോഗ്യമായിട്ടുള്ളൊരു സിറ്റിയാണ്. ഇപ്പോൾ പറയുന്ന സീപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ബസ് സ്റ്റാൻഡ്, IT ഹബ്ബ്, അതുപോലെ എല്ലാം ഈ
ഈ സ്ഥലത്ത് ഇല്ലാത്തതായിട്ട്, തിരുവനന്തപുരം നഗരത്തിൽ ഇല്ലാത്തതായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. ഈ 43 വർഷത്തിൽ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം എത്തരത്തിലാണ് ഇവർ നടത്തിയത് എന്നുള്ളത് ഇന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാനും ഇവിടെ വളരാനും ഇവിടെ തൊഴിലവസരം കിട്ടാനും ഉള്ള അവസരം അവർക്ക് ഉണ്ടാവണം എന്നുള്ളത് ഇവിടുത്തെ മാതാപിതാക്കൾ ഇപ്പോൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു വികസനം കൊണ്ടുവരണമെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ഇതിപ്പോ ഒരു നഗരമല്ല, ഇതിപ്പോ ഒരു നരകമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നരകത്തെ നഗരമായി മാറ്റണമെങ്കിൽ അത് BJPക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഉറപ്പായിട്ടുള്ള വിശ്വാസം ഇന്ന് ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് ഒരു ജനൌഷധി കേന്ദ്രം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടുത്തെ ഇന്നലെ കുറച്ച് വീടുകളിൽ ചെന്നപ്പോൾ ഞാൻ അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടുത്തെ എനിക്ക് ഡെപ്യൂട്ടി മേയറോട് ചോദിക്കാനുള്ളത്, ഇവിടെ ഒരുപാട് ഹോർഡിങ്സുകൾ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചാലക്കുടിയിൽ തന്നെ ചാലക്കുടി പിള്ളവീട് റോഡ് എന്ന് പറയുന്ന റോഡുണ്ട്. ആ റോഡിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒരു ഹോർഡിംഗ് വെച്ചിട്ടുണ്ട്. 1,39 ലക്ഷം രൂപയുടെ വികസന പദ്ധതി റോഡ് ടാറിട്ടു. ഒരൊറ്റ കിലോമീറ്ററിനകത്ത് വരുന്ന ഒരു റോഡാണിത്. ഈ 1 കിലോമീറ്റർ റോഡ് ടാർ ചെയ്യാൻ 1,39 ലക്ഷം രൂപ. ഈ 1,39 ലക്ഷം രൂപയ്ക്കുള്ള വികസനമാണോ ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഡെപ്യൂട്ടി മേയറോട് ചോദിക്കാനുള്ളതാണ്. ഇത്തരത്തിൽ ചെറുകര കുളം, ഇതും എനിക്ക് ഡെപ്യൂട്ടി മേയറോടുള്ള ചോദ്യമാണ്. ചെറുകര കുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് തരത്തിലുള്ള നവീകരണം? അവിടെ ഒരു ഹോർഡിംഗ് ഉണ്ട്, അവിടെ ഒരു ഫലകമുണ്ട്, ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഫലകം. ആ ഫലകത്തിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ? നിങ്ങൾ അതിന് വസ്തുതാപരമായിട്ട് നിങ്ങൾ അവിടെ ഒന്ന് നോക്കണം. ആ സ്ഥലം ഒന്ന് നോക്കണം. അവിടെ പരിസരത്ത് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല, ഒരു ജനൽ തുറക്കാൻ പറ്റത്തില്ല, കുട്ടികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം മെഡിക്കൽ കോളേജിന്റെ ബയോ വേസ്റ്റുകൾ ഉൾപ്പെടെ ആ പരിസരത്തുള്ള എല്ലാ കടകളുടെയും ലോഡ്ജുകളുടെയും ഇന്ത്യൻ കോഫി ഹൗസിന്റെയും മാലിന്യം വരെ തള്ളുന്ന ഡ്രെയിനേജുകളുള്ള ഒരു കുളമല്ല, അതൊരു ചെറിയ തോടായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് ഇവര് മാലിന്യ സംസ്കരണം, നമ്മുടെ തൊട്ട് മുന്നിലൂടെ ആമയിഴഞ്ചാൻ തോട് പോകുന്നുണ്ട്. അതിന്റെ നവീകരണത്തിനായി എത്രയോ കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പൊ നടത്തി. ഒന്ന് നോക്കണം അവിടെ. നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ വേസ്റ്റിനകത്ത് ഒരു മനുഷ്യൻ കുടുങ്ങി മരിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല. പുല്ലുവിളയിൽ ശിലുവമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ പട്ടി കടിച്ചു മരിച്ചത് നമ്മൾ മറന്നിട്ടില്ല. ഇതെല്ലാം ഈ വാർഡിനകത്ത് നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ്. നമ്മൾ ധൈര്യത്തോടെ നമുക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് എങ്കിൽ ഞാൻ പറയുന്നു, ആ വികസനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്കറിയാം, ഇത്തവണ കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുമ്പോൾ അടുത്ത 45 ദിവസത്തിനുള്ളിൽ ഈ തിരുവനന്തപുരത്ത് എന്തെല്ലാം വികസനം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വികസന രേഖ, ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ഈ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ തയ്യാറാണ്. അത്തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റിയെടുക്കാൻ BJPക്ക് മാത്രമാണ് സാധിക്കുന്നത്. അത് മാത്രമല്ല എനിക്ക് പട്ടം ജനതയോട് പറയാനുള്ളത്, ഞാനിവിടുത്തെ കൗൺസിലർ ആയി കഴിഞ്ഞാൽ എവറി ഇയർ, ഓരോ വർഷവും ഈ വാർഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും ഞാൻ ഈ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കും. അത് ഈ ഹോർഡിങ്ങുകളായിട്ടല്ല വെക്കുന്നത്. നമുക്ക് നേരെ കാണുന്ന ചാലക്കുടി ഈ കാപ്പൽ റോഡ് കഴിഞ്ഞ 5 വർഷമായിട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു റോഡ് ഞങ്ങൾ ആ ഇഷ്യൂ അഡ്രസ് ചെയ്തതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഈ 5 വർഷം ഇല്ലാത്ത വികസനം എന്ന രീതിയിൽ ഈ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. പാട പോലെയാണ് ടാർ ചെയ്തേക്കുന്നത്. ഈ പ്രഹസനം ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? 5 വർഷം ഇവരെവിടായിരുന്നു? ഈ മറ്റന്നാ ഇലക്ഷൻ വരുമ്പോൾ ഈ 3 റോഡുകളും ടാറിട്ട് കഴിഞ്ഞാൽ വികസനമാകുമോ? എനിക്കിതാണ് ജനങ്ങളോട് ചോദിക്കാനുള്ളത്. ഇത്തരത്തിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് വികസനം നടത്താൻ പറ്റില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വിജയാശംസ. താങ്ക് യു.